നമ്മുടെ പ്രവാസികളുടെ സംഭാവനകൾ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഭാവിയിൽ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ചർച്ച നടത്തിക്കൊണ്ട് ആഗോള പ്രവാസി സംഗമം മൈഗ്രേഷൻ കോൺക്ലേവ് അതിന് രണ്ടാം ദിവസം തിരുവല്ലയിൽ ഇന്ന് നടക്കുകയാണ്. ഇന്നലെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് രണ്ടാം ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളുമായി നിഖിൽ തിരുവല്ലയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. തിരുവല്ലയിൽ നടക്കുന്ന മൈഗ്രേഷൻ കോൺക്ലേവിൽ ആഗോള വികസന സംവാദത്തിന് തുടക്കമായി 4 പ്ലാറ്റ്ഫോമുകളിൽ 4 മേഖലകളായി തിരിച്ചാണ് സംവാദം. അമേരിക്കൻ മേഖലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. നിഖിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനായും അല്ലാതെയും ഒക്കെ പ്രതിനിധികൾ ഈ വലിയ സംവാദത്തിൽ ഭാഗമാവുകയാണ്. ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ഒരു വലിയ കൂട്ടായ്മ എന്ന നിലയിൽ ഒരുപാട് സാധ്യതകൾ ഈ കോൺക്ലേവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രണ്ടാം ദിനം പ്രധാനമായും ഏതൊക്കെ മേഖലകളിലാണ് ചർച്ചകൾ നടക്കുക? അതിൻ്റെ സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനു മുൻപ് ഒരു ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഗുഡ് മോർണിംഗ്. ഈ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ ഭാഗമായുള്ള ആഗോള വികസന സംവാദത്തിന് ഏതായാലും തുടക്കമായിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് കൃത്യം ചർച്ച ആരംഭിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 4 മേഖലകളായി തിരിച്ചാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ അമേരിക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. നമുക്കതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൻ്റെ മുഖ്യ സംഘാടകരായ ഡോക്ടർ തോമസ് ഐസക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക് തന്നെ ചർച്ചകളിലേക്ക് കടന്നു അല്ലേ? ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കൃത്യം കടന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഞാൻ ഇതിനകത്ത് കയറി ആദ്യം കണ്ടപ്പോൾ നമ്മൾ ഈ ടെക്നോളജിയൊക്കെ എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഒരു സാധ്യത അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി നടക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംവാദം, ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വികസന സംവാദം കേരളത്തിൽ ആദ്യമായിരിക്കും എന്ന് പറയാം. ഒരു സംശയം വേണ്ട. ഒന്ന്, നിലവിലുണ്ടായിരുന്ന ടെക്നോളജി 10,000-ങ്ങളെ ഒരേ സമയം ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി അവർക്കെല്ലാവർക്കും വേണ്ടി വന്നാൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഇപ്പോൾ സൂമൊക്കെ വളരെ പ്രകടമാണ്. സൂം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഓഡിയോയും വീഡിയോയും കൂടി കിട്ടില്ല. പിന്നെ അതിനൊരു പരിമിതിയുണ്ട്, എത്ര പേര് പങ്കെടുക്കാൻ പറ്റും. പക്ഷേ വി കൺസോൾ അങ്ങനെയല്ല. ഇന്ത്യ ഗവൺമെൻറ് ഇന്നൊവേഷൻ ചലഞ്ച് വിൻ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ ഗവൺമെൻറ് എല്ലാം അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എത്ര വേണമെങ്കിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ഫ്ലെക്സിബിൾ സാധ്യതകളുണ്ട്. ഹൈബ്രിഡ് മോഡിലാണ്. ഇവിടെ നിന്ന് ചിലർ നേരിട്ട് വർത്തമാനം പറയുന്നുണ്ട്, ചിലർ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, വേറെ ചിലർ ഓൺലൈനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സർക്കസാണ് ഈ 3 പേരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാമെന്ന് പറയുന്നത്. അപ്പം അതിന് ഇവിടെ വന്നിരിക്കുന്ന കൈറ്റിൻ്റെ ഒരു ടീം സഹായിക്കുന്നത്. ഇതുപോലെ DAKF പ്രവർത്തകരുടെ ടീമുണ്ട്, ടെക്ജൻഷിയുടെ ഒരു ടീമുണ്ട്. 4 വേദിയല്ലേ. അപ്പോൾ സാങ്കേതിക വിദഗ്ധർ ഉണ്ട്. ഇവിടെ കുടുംബശ്രീ CDS പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നടക്കുന്നത് ഈ വയോജന സംരക്ഷണം, പ്രവാസികളുടെ വീടുകളിലെ വയോജന സംരക്ഷണം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ചെറിയ സദസ്സുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാങ്കേതിക വശം എന്ന് പറയുമ്പോൾ ഈ എത്രത്തോളം നമ്മൾ ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. 1,60,000 പേർ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇന്നലെ വൈകുന്നേരമുള്ള കണക്ക്. അപ്പോൾ ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ച, അതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് എത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ 1,60,000 പേര് സംസാരിക്കില്ല കേട്ടോ. സംസാരിക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സമയമില്ല ഇത്രയും പേർക്ക്. അത് കേൾക്കാം, അവർക്ക് ചാറ്റ് ബോക്സിൽ കാര്യങ്ങൾ എഴുതി അറിയിക്കാം. അതൊക്കെ അങ്ങനെ പങ്കാളികളാവാൻ പറ്റും. പിന്നെ വെബ്സൈറ്റിൽ അവർക്ക് അഭിപ്രായങ്ങൾ പറയാം. ഇതെല്ലാം വെബ്സൈറ്റിലുണ്ടാവും പെർമനൻ്റായിട്ട്. ഓരോരുത്തർ പറഞ്ഞതും പ്രത്യേകം എടുത്ത് ചെറു വീഡിയോസാക്കി സൂക്ഷിച്ചിരിക്കും. നിങ്ങൾ ലോഗിൻ ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്കത് എടുക്കാൻ കഴിയും. അപ്പോൾ വിപുലമായ ചർച്ചയാണ്. ഇത്രയും വിപുലമായ ചർച്ച എനിക്ക് മുമ്പുണ്ടായിട്ടില്ല. അതിൽ നിന്ന് നാടിൻ്റെ വികസനത്തിൽ പ്രവാസികൾ പങ്കാളികളാക്കുന്നതിനുള്ള ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് പിന്നെ ഇവരോട് ചർച്ച ചെയ്യും. അപ്പോൾ ഈ 4 ദിവസത്തെ കോൺക്ലേവ് കഴിയുമ്പോൾ അങ്ങനെ ഒരു സമീപന രേഖ തയ്യാറാക്കി പ്രഖ്യാപിക്കും. അത് നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ചർച്ച തുടരും.
അങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിംഗ് ഉള്ളത്. ഏതായാലും നമുക്ക് പരിപാടിയുടെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ തിരക്കുകളിലൊക്കെയാണ് നമുക്ക് വീണ്ടും ഇനിയിപ്പോൾ 4 വേദികൾ വീണ്ടും ഇതുപോലെ സജീവമാകാനുണ്ട്. അവിടെയൊക്കെ കാണേണ്ടതുണ്ട്. ഏതായാലും വളരെ നന്ദി ഈ വിലപ്പെട്ട തിരക്കിനിടയിലുള്ള സമയം മാറ്റിവെച്ചതിന്. നമുക്ക് മറ്റ് വേദികളിലൊക്കെ ആയിട്ട് കാണാം ഇനി അങ്ങോട്ട്. മനു, തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഈ പ്രവാസികൾ എങ്ങനെ അവരുടെ സേവനം നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി ഉപയോഗിക്കാം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചയായി നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഈ അമേരിക്ക സോണിലാണ് ചർച്ച നടക്കുന്നത്. അത് കൃത്യം 7 മണിക്ക് ആരംഭിച്ചു. മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഗൾഫ്, ഇന്ത്യ, യൂറോപ്പ് ഈ 3 സോണുകളായി തിരിച്ച് 3 വേദികളിൽ വീണ്ടും ചർച്ചകൾ വിവിധ സമയങ്ങളിലായി നടക്കുന്നുണ്ട്. അതാത് രാജ്യങ്ങളിലെ ആളുകൾക്ക് ഈ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ടൈം സോൺ അനുസരിച്ച് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ഈ അമേരിക്ക മേഖലയിൽ നടക്കുന്ന ചർച്ച വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം പ്രവാസികൾ നമ്മുടെ നാടിനെ സാമ്പത്തികമായും ഒപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ വിവിധ സേവനങ്ങളായും നമ്മുടെ നാടിനൊപ്പം നിൽക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കളൊക്കെ ഉണ്ട്. അവർക്ക് സംരക്ഷണം നൽകുക എന്നത് നാടിൻ്റെ കടമയാണ്. അതിന് ഏത് തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം, എങ്ങനെ അതുമായി മുന്നോട്ട് പോകാം എന്നത് സംബന്ധിച്ച ചർച്ചകളും പ്രവാസികളിൽ നിന്നുള്ള നിർദ്ദേശം തേടലുമാണ് ആ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കൻ സോണിൽ നടക്കുന്ന ചർച്ചയിലുള്ളത്. ഇനി വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പിന്തുണ എന്ന വിഷയത്തിൽ ചർച്ച നടക്കാനുണ്ട്. പിന്നീട് 10 മണി മുതൽ 1 മണി വരെ നൈപുണ്യ പരിശീലനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ സജീവമായി ഒരു ദിവസം മുഴുവൻ സജീവമായി നിൽക്കുന്ന ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ഇതിലൂടെ ഈ ശേഖരിക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കൃത്യമായി പ്രവാസികളെ എങ്ങനെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഉപയോഗപ്പെടുത്താം എന്ന രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു റിപ്പോർട്ടിലേക്ക് എത്തുക എന്ന് തന്നെയാണ് ഈ ഒരു കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഈ കോൺക്ലേവ് പൂർത്തിയാകുന്നതോടുകൂടി പ്രവാസികളെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ വികസനോന്മുഖമായ മുന്നോട്ട് പോക്കിന് വേണ്ടി പരമാവധി എങ്ങനെയൊക്കെ അവരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക്, നടപടികളിലേക്ക് എത്താം എന്നത് തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ കണക്ക് കൂട്ടുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ പ്രവാസികൾ നമ്മുടെ നാടിന് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് കൂടുതൽ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ കൃത്യമായും നമ്മുടെ നാടിനത് വലിയ ഗുണം ചെയ്യും. ഒപ്പം പ്രവാസികളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കാരണം പ്രളയം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മുടെ നാടിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർ നമ്മുടെ നാടിനെ, സ്വന്തം നാടിനെ അവർ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായും അവരോട് നമുക്ക് കടമയും ബാധ്യതകളുമുണ്ട്. അതുകൂടി നമ്മൾ നിറവേറ്റി പോകണം. അങ്ങനെ സമഗ്രമായ ഒരു പ്രവാസികൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ ഒരു സമ്പത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ശക്തിയാണ്. ആ ശക്തി നിലനിർത്തുക, അതിനെ കൂടുതൽ ദൃഢമാക്കുക എന്നത് തന്നെയാണ് ഇത്തരം പദ്ധതികളിലൂടെയും പരിപാടികളിലൂടെയും ഒക്കെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതികമായി വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. വി കൺസോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന 1,60,000 പേർക്ക് ഒരു സമയത്ത് കാണാനുള്ള, ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ട നേരത്തെ ഈ ചർച്ചകൾ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇതിൽ. അത് വ്യക്തമാണ് നിഖിൽ. ഏതായാലും അത് വളരെ സമഗ്രമായ ചർച്ചകളും ഒപ്പം തന്നെ സംവാദങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അവിടെ കോൺക്ലേവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിഖിൽ അവിടെ ഫുൾ ടൈം നമുക്ക് അവിടെ അതിൻ്റെ വിശദാംശങ്ങൾ നൽകേണ്ടി വരും. കാരണം ഇവിടെ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് കൂടുതൽ കവറേജ് ഈ മൈഗ്രേഷൻ കോൺക്ലേവിന് നൽകണമെന്ന്. അതായത് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് എപ്പോഴും വാർത്ത നൽകണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മനസ്സിലായോ? തീർച്ചയായും തിരുവല്ലയിൽ നിന്ന് തൽക്കാലം നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല. ഈ 4 വേദികളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഈ വി കൺസോൾ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ നമ്മൾ ചെറിയ തോതിലൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞു വരുന്നതാണ്. ആ സാങ്കേതിക വിദ്യയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വാർത്തകൾ നമ്മൾ നൽകും. ഒപ്പം ഈ പരിപാടിയുടെ സംഘാടകനായിട്ടുള്ളത് ബെന്യാമിനാണ്. അദ്ദേഹം നമുക്കൊപ്പം ഒരുപക്ഷെ ചേരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു സസ്പെൻസ് മാറ്റിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആടുജീവിതം സിനിമയൊക്കെ വരാൻ പോവുകയാണ്. ഈ ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു സസ്പെൻസ് അദ്ദേഹം വച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുകൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും തിരുവല്ലയിൽ നിന്ന് ഈ 4 ദിവസവും ഈ കോൺക്ലേവ് പൂർത്തിയാകുന്നത് വരെ കൃത്യമായും നമ്മൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഞാൻ മാത്രമല്ല, സുജൂട്ടി ബാബു കൂടിയുണ്ട്, ഒപ്പം നമ്മുടെ ഓൺലൈൻ ടീമുമുണ്ട്. അങ്ങനെ കൃത്യമായി, കാരണം നമുക്കറിയാമല്ലോ മനു, ഈ ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം കാര്യങ്ങൾ നാടിനെ അറിയിക്കുക എന്നുള്ളത് തീർച്ചയായും കൈരളിയുടെ കടമയാണ്. ആ കടമ നമ്മൾ കൃത്യമായി
നിറവേറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വാർത്തകൾ നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.